ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ലൊരു നാടൻ മീൻകറി ഒന്ന് ചെയ്ത് നോക്കിയാലോ. കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ കൊഴിയാള മീനാണ് എടുത്തിരിക്കുന്നത്. മീൻ കട്ട് ചെയ്ത് തലയെല്ലാം മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കറിയിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു തക്കാളി, 2 പച്ചമുളക്, 1/2 സവാള, ഇച്ചിരി ഇഞ്ചി, 3 വെളുത്തുള്ളി അല്ലി എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് ഇടിച്ചിടിച്ച് നടു ഒടിച്ചെടുക്കണം കേട്ടോ ഗൈസ്. പിന്നെ ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ. എൻ്റെ വീട്ടിലെ സാധനം കാണാൻ പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സവാള എടുത്തത് കേട്ടോ. ഇച്ചിരി പുളിക്കുട്ടന്മാരെ എടുത്ത് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ, അതും ആവശ്യമുണ്ടേ. ഇനിയാണ് അടുത്ത ഘട്ട പരീക്ഷണം. അരമുറി തേങ്ങ എടുക്കുക, നന്നായി മിക്സിയിലടിക്കുക, 1-ാം പാലാക്കുക, 2-ാം പാലാക്കുക. 1-ാം പാൽ 1/2 കപ്പും 2-ാം പാൽ ഇച്ചിരി 1/4 കപ്പും എടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് നേരെ പരീക്ഷണത്തിലേക്ക് പോകാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇത് എൻ്റെ ചട്ടിയൊന്ന് പഴയതാണ് കേട്ടോ ഗൈസ്, ആരും എന്നെ കളിയാക്കല്ലേ. ചൂടായ എണ്ണയിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങ് തട്ടി കൊടുക്കുക. ശരീരം എല്ലാം ഒന്ന് പൊള്ളി കയറട്ടെ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ, ഒന്ന് വഴയട്ടെ. പിന്നെ മറക്കല്ലേ, 1 സ്പൂൺ ഉലുവ മക്കളെ കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കണേ. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അങ്ങ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടിപ്പോകരുത്, ബീപ്പ് കയറി കിടപ്പിലായി പോകും കേട്ടോ. ഇനി മസാല എടുത്താലോ. 3 സ്പൂൺ മല്ലിപ്പൊടിയും 4 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുക്കണം കേട്ടോ. ഈ മസാലകൾ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൽ ഒരുമിച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ മസാലകളെല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ മുളക് പൊടി ഉണ്ടല്ലോ, പിരിയൻ മുളകിൻ്റെ പൊടിയാണേ. നമ്മുടെ മസാല എല്ലാം മിക്സ് ആയതിനു ശേഷം എടുത്ത് വെച്ചിരുന്ന 2-ാം പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പാലൊഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിച്ച ശേഷം പുളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് പിഴിഞ്ഞിൻ്റെ രസവും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കണം കേട്ടോ. നന്നായി ഇളക്കി എടുക്കണേ. ഇതെല്ലാം ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം ഡാൻസ് ചെയ്യട്ടെ. കറി നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ട് മീൻ പറക്കി അതിന് മുകളിലേക്ക് നിരത്തി കൊടുക്കാം. മീനെല്ലാം പറക്കി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ മീനിൻ്റെ പുറത്തൊക്കെ ഒന്ന് അരപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. മീൻ പൊടിഞ്ഞു പോവാതെ നോക്കിക്കൊള്ളണം കേട്ടോ. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കിയാലോ. കണ്ടോ, തിളച്ച് പാകമായി മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അടച്ച് ഒരു 2 മിനിറ്റ് വെക്കാമേ. സിമ്മിലായിരിക്കണം കേട്ടോ. കണ്ടോ ഗൈസ്, മീനൊക്കെ വെന്ത് നല്ല പാകത്തിനായിരിക്കുന്നുണ്ടോ സൈസ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ 1-ാം പാലുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഒഴിച്ചു കൊടുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് സിമ്മിൽ വെക്കണേ. ആ പാലൊഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കുക. എന്നിട്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അങ്ങനെ രുചി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ 2 വഴക്ക് തരണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.